ഹായ് എവരി വൺ, നമ്മോടൊപ്പം ഉള്ളത് ലേൺ ഗെറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമ്മർ റോബോട്ടിക് ക്യാമ്പിലെ റിസോഴ്സ് പേഴ്സൺ മഹാദേവ് രതീഷാണ്. മഹാദേവ് രതീഷ് ഒരു കമ്പനിയുടെ CEO ആണ്, അതോടൊപ്പം റോബോട്ട് എക്സ്പേർട്ടും കൂടിയാണ്. എങ്ങനെയാണ് ലേൺ ഗേറ്റിലെ സമ്മർ ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസ്? ഇവിടെ ഒരു 1 month ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഡിഫറെൻറ്റ് നാഷണാലിറ്റിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ നാഷണാലിറ്റി. എനിക്കൊന്ന് 6ഓളം കൺട്രീസിലെ കുട്ടികൾ ഇവിടെ ഉണ്ട്. ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഗീവ്സ് ഔട്ട് എ ഡിഫറെൻറ്റ് വൈബ്. ലൈക്ക് അവർ എങ്ങനെയാണോ അവർ പഠിക്കുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇവിടെ മെയിൻലി ഒരു സ്കിൽ ബേസ്ഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു താല്പര്യം എല്ലാ കുട്ടികളിലും ഉണ്ട്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ എടുക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ റോബോട്ടിക്സിൽ 2 സൈഡായിരിക്കും ഉണ്ടാകുക, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും കുട്ടികളെ സംബന്ധിച്ചിട്ട്. ലൈക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പോഷർ ആണെങ്കിൽ തന്നെ. പക്ഷേ ഇപ്പോൾ കുട്ടികൾ എന്താണ്, ഇവിടുത്തെ കുട്ടികൾ നല്ല രീതിയിൽ അതിനകത്ത് അഫക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലധികം പ്രോജക്റ്റുകൾ ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പോകുന്നുമുണ്ട്. സോ സ്കിൽ ബേസ്ഡ് ഡെവലപ്മെൻറ്റിലൂടെ കിട്ടുന്ന ഒരു ഇതിലൂടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ അവരെന്ത് ചെയ്യും, അടുത്ത ലെവലിലോട്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പാഷനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. 11ാം വയസ്സിൽ കോഡിംഗ് പഠിച്ച് 19ാം വയസ്സാകുമ്പോൾ ഒരു കമ്പനിയുടെ ഓണറായിട്ട് മാറുകയും അതും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഓണറായിട്ട് മാറിയ ഒരാളാണ് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള മഹാദേവ്. സോ കേരളത്തിലെ കുട്ടികളെയും ഇവിടുത്തെ കുട്ടികളെയും നോക്കുമ്പോൾ എന്തൊരു പോസിറ്റീവ് അല്ലെങ്കിൽ എന്തൊരു വ്യത്യാസമാണ് ഇവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കാണുന്നത്? ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസും ഇന്ത്യയിലെ സ്റ്റുഡൻസും തമ്മിലുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ കേരളത്തിലെ സ്റ്റുഡൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ മെയിൻലി സ്കിൽ ബേസ്ഡ് ലേണിങ്ങിനുള്ള പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. മെയിൻലി പാരൻസ് തന്നെയാണ് അത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. വെറുതെ ഒരു ട്യൂഷന് പോയി സമയം കളയുന്നതിന് പകരം സ്കില്ല് എങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പലതരം ഇപ്പോൾ എഡ്യൂക്കേഷൻ അക്കാഡമിക്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളൊരു കാര്യമാണ്, അതിലും ഉപരി ആവശ്യമുള്ളൊരു കാര്യമാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇനി വരാൻ പോകുന്ന ടൈം എന്ന് പറയുമ്പോൾ AI-യും റോബോട്ടിക്സിൻ്റെയും ഏറ്റവും പീക്കിലുള്ള ടൈമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജോബുകൾ AI-യും റോബോട്ടിക്സിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AI-യുടെ അസിസ്റ്റൻ്റായി മാറുന്നതിന് പകരം AI-യുടെ ക്രിയേറ്ററായി മാറാൻ വേണ്ടി സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ സ്കൂൾ ടൈമിൽ തന്നെ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു കൾച്ചർ ഇവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോൾവ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് പ്രൊമിനൻ്റ് ആണ്. കാരണം കുട്ടികൾ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ കുട്ടികൾ പറയുന്നത് എനിക്ക് ഇനിയിപ്പോൾ 4 മണിക്ക് ശേഷം ബാഡ്മിൻ്റന് പോകണം, അല്ലെങ്കിൽ 4 മണിക്ക് ശേഷം വേറൊരു ക്ലാസ്സിന് പോകണം, സ്പീച്ചിൻ്റെ ക്ലാസ്സിന് പോകണം. ഇങ്ങനെയുള്ള ഓരോ ക്ലാസ്സുകളിൽ അവർ ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഷെഡ്യൂളാണ് ഈ റോബോട്ടിക്സ് പ്രോഗ്രാം. മഹാദേവ് വളരെ ഏർലി 19ാമത്തെ വയസ്സിൽ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതുള്ള ഒരാളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് മഹാദേവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഷോർട്ടായിട്ട് മഹാദേവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? 19ാമത്തെ വയസ്സിലൊരു IoT അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ലിവിങ് സ്പേസിലൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓൾറെഡി 25 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നൊരു സ്റ്റാർട്ടപ്പ്, അവരെ ഹാൻഡിൽ ചെയ്യുന്നൊരു സ്റ്റാർട്ടപ്പായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾസോ സ്റ്റേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു EdTech സ്റ്റാർട്ടപ്പിൻ്റെ ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് ഒരു കംപ്ലീറ്റ് ടെക്നോളജി വർക്ക് ചെയ്യുന്ന, കംപ്ലീറ്റ് ടെക്നോളജി ഹാൻഡിൽ ചെയ്യുന്ന ലെവലിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾസോ അതുപോലെ തന്നെ ടാൽറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെഞ്ചർ ബിൽഡർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഓഫ് ടെക്നോളജി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ കേരളത്തിൽ നമ്മുടെ പഠനം കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ഒരു കരിയറിലേക്ക് വരണമെങ്കിൽ 25-24 ഒരു ഏജ് ആവുന്നുണ്ട്. പക്ഷെ മഹാദേവ് വളരെ വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ 19ാം വയസ്സിൽ 24 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓണറായിട്ട് മാറുകയാണ്. ഈ ഒരു ജേണിയെ മഹാദേവിനെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 24 വയസ്സ് എത്തുമ്പോഴാണ് ഒരു സ്റ്റേജിൽ എത്തുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം അതെന്താണ്, അതൊരു നോർമൽ ആയിട്ടുള്ളൊരു വേയിൽ നമ്മൾ പെട്ടുപോയതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് 24 വയസ്സാകുമ്പോഴേ അവർക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ അവിടെയാണ് എനിക്ക് വേറൊരു മെത്തേഡ് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയത്. എൻ്റെ 11ാമത്തെ വയസ്സിൽ ഞാൻ കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂൾ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു വളരെ എയ്ഡഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, അത് ഞാനിപ്പോൾ ചീഫ് ടെക്നോളജി ഓഫീസർ ആയിട്ടുള്ള കമ്പനി അവിടെ വരുന്നു. അവിടെ വന്നിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്, ഈ BTech MTech സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന കോഡിംഗ് 7ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർ വന്ന ഒരു 24 കുട്ടികളെ സെലക്ട് ചെയ്ത് ആ സെലക്ഷൻ പ്രോസസ്സിലൂടെ വന്ന ഒരാളാണ് ഞാൻ. 24 കുട്ടികൾ, ഒരു 500 പേരുള്ള സ്കൂളിൽ നിന്ന് 500 കുട്ടികളുള്ള സ്കൂളിൽ നിന്ന് 24 പേരെ സെലക്ട് ചെയ്തു. ആ 24 പേർക്ക് ടെക്നോളജി എഡ്യൂക്കേഷൻ കൊടുത്തു. ടെക്നോളജി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള HTML CSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി എഡ്യൂക്കേഷനാണ് തന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് എൻ്റെ പാഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെക്നോളജി പഠിക്കണം, എനിക്ക് വേറൊരു വേയിൽ കൂടെ മൂവ് ചെയ്യണം എന്നുള്ളത്. സാധാരണ കുട്ടികളെല്ലാവരും സ്കൂളിൽ വരുന്നു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുന്ന അവിടെ നിന്നാണ്. പിന്നെ അതിൻ്റെ കൂടെ കൂടി സ്റ്റേപ്പിൻ്റെ കൂടെ കൂടി കുറേയധികം ടെക്നോളജീസ്, ഇനിയിപ്പോൾ വെബ്സൈറ്റും വെബ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, ഈവൻ AI IoT റോബോട്ടിക്സ് പോലത്തെ ഇത്രയും ടെക്നോളജീസ് ഒരു 8 വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. അതായത് എന്ത് ചെയ്തു, ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്തെടുത്തു. അതിലൂടെയാണ് എൻ്റെ 18ാമത്തെ വയസ്സാവുന്ന സമയത്ത് തന്നെ ഫോർമലി സ്റ്റേപ്പിൻ്റെ സ്റ്റുഡൻറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി ചീഫ് ടെക്നോളജി ഓഫീസറിലോട്ട് ഞാൻ അപ്പോയിൻ്റ് ആവുന്നത്.
അപ്പോൾ ആ 8 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ലേൺ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് മാത്രമല്ല, എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കൂടെ എനിക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയൽ എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ നിന്ന് പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്യാനുള്ളത്. 8 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത് ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ലേണിംഗ് അല്ല, ഒരു കമ്പനിയുടെ ടെക്നോളജി മൊത്തം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് 18ാമത്തെ വയസ്സിൽ ചീഫ് ടെക്നോളജി ഓഫീസർ ആവാൻ പറ്റിയതും 19ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് എൻ്റെ ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ കിട്ടിയത്. അത് കൃത്യസമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല എക്സ്പോഷറും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ആ സ്കില്ല് അക്വയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും അതോടൊപ്പമുള്ള പ്രോപ്പർ ഗൈഡൻസും മഹാദേവിന് കിട്ടിയപ്പോഴാണ് മഹാദേവ് 19ാം വയസ്സിൽ 24 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു ഓണറായിട്ട് മാറി വരുന്നത്. എൻ്റെ 11ാമത്തെ വയസ്സ് തൊട്ടേ എനിക്ക് ഇൻ്റർനെറ്റും ടെക്നോളജിയിലും കംപ്ലീറ്റ് ആക്സസ് ഉണ്ട്. അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനും ലാപ്ടോപ്പ് ഉപയോഗിക്കാനും. സൊസൈറ്റിയിൽ ആർക്കും ഇഷ്ടമൊന്നുമല്ല. കാരണം അന്നത്തെ അത് 2017 സമയത്ത് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയി നശിച്ചു എന്ന് തന്നെ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇതുവരെ ഒരു ഡ്രഗ്സിലോട്ടോ ഒരു സാധനത്തിലോട്ടോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയാണ്. ഇത് ഉപയോഗിച്ച് സാധനങ്ങൾ പഠിക്കാനും ബിൽഡ് ചെയ്യാനും ഉള്ളത് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതാണ് അഡിക്ഷൻ. ഇത് പുതിയ AI എന്താ നടക്കുന്ന കാര്യങ്ങൾ, അതെങ്ങനെ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരും, ഇതൊക്കെയാണ് എൻ്റെ തോട്ട് വരുന്നത്. എൻ്റെ ടെക്നോളജിയിൽ ഞാൻ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെൻ്റെ മൈൻഡിൽ കയറിയതോടുകൂടി എനിക്ക് വേറെ ഒന്നിലും ഡിസ്ട്രാക്ട് ആവാൻ പറ്റുന്നില്ല. പുതിയ കാലത്തെ ഒരുപാട് ഈ ഡ്രഗുമായിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ പ്രോപ്പർ വളരെ കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ പ്രോപ്പറായിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തി അവരുടെ ലഹരി കണ്ടെത്തിയാൽ നമ്മൾ അവരെ ഗൈഡൻസ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ അത് അവരുടെ ലഹരിയായിട്ടും അതിനുള്ള അഡിക്ഷനായിട്ടും മാറും എന്നുള്ളതാണ് മഹാദേവിൻ്റെ ജീവിതാനുഭവം നമ്മോട് പഠിപ്പിക്കുന്നത്. വലിയൊരു മെസ്സേജാണ് പുതുതലമുറക്ക് മഹാദേവ് നൽകുന്നത്. മഹാദേവ് പേഴ്സണലി എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. എന്താണ് മഹാദേവ് ഡെവലപ്പ് ചെയ്ത കമ്പനി ഡിയോസ്? അതെന്താണ്, എന്ത് ഫംഗ്ഷനിങ് ആണ് അവിടെ നടക്കുന്നത്, എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് കമ്പനിയുടെ ടോട്ടൽ വാട്ട് ഇറ്റ് ഈസ് ഫോർ? ഇപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളെയും കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് നല്ലൊരു ഐഡിയ ഈ ഒരു വിഷയത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഡിയോസ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. സോ ബേസിക്കലി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ നമ്മൾ പോകുന്നതാണ്. വീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് വീട്. അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പലവരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ പോകുമ്പോൾ ഒരു റൂമിൽ വെട്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഇടണം. അത് വളരെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ വീടിന് എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മളവിടെ വരുന്നു എന്നുള്ളതും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെട്ടമില്ല എന്നുള്ള കാര്യം, അതിനനുസരിച്ച് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുന്നുള്ള കാര്യം എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ അതിനെയാണ് കോണ്ടെക്സ്റ്റ് അവെയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ജനറേറ്റീവ് AI കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ChatGPT ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കോണ്ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കും. അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ChatGPT നമുക്ക് വേണ്ട രീതിയിൽ പേഴ്സണലൈസ് ചെയ്ത് തരാൻ പറ്റുന്നത്. അതുപോലെ വീടിനെ നമുക്ക് എന്തുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളും ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു റോബോട്ടായിട്ട് സങ്കല്പിച്ചുകൂടാ. ഒരു വീടിനെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാനും നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് ഒരു സ്ഥലമായിട്ട് വീടിനെ മാറ്റാൻ കഴിഞ്ഞൂടാ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് നമ്മൾ ഡിയോസിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. സോ വീടെന്ന് പറയുന്ന ഒരു ഉറങ്ങാൻ വേണ്ടിയൊരു സ്ഥലം മാത്രമല്ലാതെ നമ്മളുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും പലതരം ഡിവൈസസിലൂടെ. അതാണ് നമ്മൾ അതിൻ്റെ പ്രോഡക്ട്സും പ്ലാറ്റ്ഫോംസും ഡെവലപ്പ് ചെയ്യാൻ ഡിയോസിൽ